everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിന്റിങ്ങിനെ പറ്റിയിട്ടാണ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമുക്ക് ഒരുപാട് ഡൗട്ട് വരാറുണ്ട് അല്ലേ. ചിലപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ഡാറ്റ നെക്സ്റ്റ് പേജിലേക്കായിരിക്കും. അതായത് ഒരു പേജിൽ വേണ്ട ഡാറ്റ അടുത്ത പേജിലാണ് വന്നിട്ടുള്ളതെന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റ ഒരു പേജിലേക്ക് ഫിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ട ഏരിയ മാത്രം പ്രിന്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഓഫീസിൽ നിന്ന് നമ്മളോട് പറയാണ് നമ്മളെ കയ്യിലുള്ള ഈ ഡാറ്റ ഒന്ന് പ്രിന്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണണം അല്ലേ. ഈ വർക്ക്ഷീറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് വരിക എങ്ങനെയാണെന്നൊന്നും പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ഇതുണ്ടാവുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാറ്റ ഉള്ളത് എന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ. കൺട്രോൾ കീയും പിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റിനുള്ള ഷോർട്ട് കട്ടാണ്. മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഫയലിൽ പോയിട്ടുണ്ടെങ്കിലും പ്രിന്റിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയും നമുക്കെടുക്കാം. മാത്രമല്ല കൺട്രോൾ F2 ഉണ്ട് ഷോർട്ട് കട്ട് കീ. അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാമെന്ന്. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇതിൽ പ്രിന്റ് പ്രിവ്യൂ ആൻഡ് പ്രിന്റ് എന്നും ക്വിക്ക് പ്രിന്റ് എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇവിടെ ഇങ്ങനെ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ. രണ്ട് ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ പ്രിന്റ് പ്രിവ്യൂ നമുക്കൊന്ന് എടുത്ത് നോക്കാം അല്ലേ. ഞാനിതാ ഇവിടെ സിമ്പിളായിട്ട് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഡാറ്റ ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ. ആദ്യത്തെ പേജൊന്നും കുഴപ്പമില്ല, നമുക്ക് ഒറിജിനൽ ഡാറ്റ എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് പേജ് നോക്കാം. ഇനി തേർഡ് പേജ് ആണെങ്കിൽ ടേബിളിൽ നിന്ന് നമ്മുടെ ഡാറ്റ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രോപ്പർ വേയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിന്റ് ആണ്. വൺസ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതിൻ്റെ എത്ര കോപ്പീസ് ആണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കോപ്പീസ് എന്ന് സെലക്ട് ചെയ്യാണ്. ഇനി പ്രിന്റർ, നമ്മുടെ പ്രിന്റർ ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് കാര്യമായ കാര്യത്തിലേക്ക് വരാം. അതായത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ സംഭവം. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്സ് എന്നുള്ളതാണ് അല്ലേ. പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഷീറ്റിലാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ഷീറ്റ് മാത്രം പ്രിന്റ് മതിയെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി പ്രിന്റ് എൻ്റെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ ഒരുപാട് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് പ്രിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രിന്റ് എൻ്റെ വർക്ക് ബുക്ക് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് സെലക്ഷൻ എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് അറിയാതെ വരുന്നത് അല്ലേ. എന്തിനാണ് നമ്മൾ ഈ പ്രിന്റ് സെലക്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാണ് പ്രോഡക്റ്റും കാറ്റഗറി എമൗണ്ടും മാത്രം നമ്മുടെ പ്രിന്റിൽ വന്നാൽ മതി, ബാക്കിയൊന്നും വേണ്ട എന്ന് പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതിൽ നമുക്ക് എത്ര വരെയാണോ പ്രിന്റ് വേണ്ടത് ആ പോർഷൻ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രോഡക്റ്റ് കാറ്റഗറി എമൗണ്ട് മാത്രമേ നമുക്ക് വേണ്ടൂ എങ്കിൽ, പ്രിന്റ് എടുക്കുമ്പം വേണ്ടൂ എങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ പേജ് ലേഔട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ഏരിയ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെറ്റ് പ്രിന്റ് ഏരിയ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രിന്റ് ഏരിയ സെറ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് പ്രിവ്യൂ എടുത്തിട്ട് നോക്കാം. 1 of 2 പേജസ് ആയിട്ടുണ്ടല്ലേ. സെക്കൻഡ് പേജിലും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, പ്രോഡക്റ്റ് കാറ്റഗറി എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് പോയിട്ട് ഇഗ്നോർ പ്രിന്റ് ഏരിയ കൊടുക്കുകയാണ്. ഒറിജിനൽ ഡാറ്റ എന്താണോ അതിവിടെ വന്നു. അതേപോലെ തന്നെ പ്രിന്റ് ഏരിയ നമുക്ക് ഇവിടുന്നും ക്ലിയർ പ്രിന്റ് ഏരിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡേറ്റിൻ്റെ കോളം വേണ്ടാന്നുണ്ടെങ്കിൽ ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും കൺട്രിയും വേണ്ടാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ടും വേണ്ട, ഇനി ബാക്കിയാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പ്രിന്റിൽ പ്രിവ്യൂവിൽ വരുന്നത് കണ്ടോ, പ്രോഡക്റ്റ് കാറ്റഗറി എമൗണ്ട് ഓർഡർ ID. ഈ 4 കോളം മാത്രമേ നമുക്ക് പ്രിന്റിലും വരുന്നുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തു കൊടുക്കാം. ദെൻ കൊളാറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ പ്രിന്റ് എടുക്കാം. അതായത് കോപ്പീസ് എടുക്കാം. കോപ്പി എടുക്കുമ്പോഴാണ് നമ്മൾ ഈ കൊളാറ്റഡും അൺകൊളാറ്റഡും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ കൊളാറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 1 2 3 അതായത് എത്ര പേജസ് ഉണ്ടോ, ഇപ്പോൾ 3 പേജസ് അല്ലേ. അപ്പോൾ 1 2 3 ആദ്യം 3 പേജ് എടുക്കും, പിന്നെ രണ്ടാമത് 3 പേജ് എടുക്കും.
ഇനി അൺകൊളാറ്റഡ് ആണെങ്കിൽ ആദ്യം ഒരു പേജ് മാത്രം 3 കോപ്പി എടുക്കും, പിന്നെ സെക്കൻഡ് പേജ് 3 കോപ്പി എടുക്കും. അങ്ങനെയാണ് ഇത് പോവുക. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ആണ്. 2 ഓറിയന്റേഷൻ ആണുള്ളത്, പോർട്രേറ്റ് ഓറിയന്റേഷനും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനും. ബൈ ഡിഫോൾട്ട് നമ്മളുള്ളത് പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ്. അതായത് നമുക്കൊരു വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ഡാറ്റയാണ് കിട്ടുക. ദെൻ ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് നമുക്ക് കൂടുതൽ കോളംസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. ഇതൊരു ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണ് നമുക്ക് വരുന്നത്, കൂടുതൽ സ്പേസ് നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള 2 ഓറിയന്റേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് പേജ് ആണ്. ഏതാണ് നമ്മുടെ പേജ് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പോർട്രേറ്റ് മോഡിലേക്ക് തന്നെ ഇടുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മാർജിൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നോർമൽ മാർജിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വൈഡ് ആണെങ്കിൽ, അതായത് എല്ലാ ഭാഗത്തും കുറച്ചുകൂടി സ്പേസ് നമുക്ക് കാണാം അല്ലേ. പിന്നെ ഉള്ളത് നാരോ ആണ്, അതായത് സ്പേസ് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് വരുന്നത് കസ്റ്റം മാർജിൻ ആണ്. അതായത് കസ്റ്റം മാർജിൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മാർജിൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് എത്ര വേണം, ലെഫ്റ്റിൽ എത്ര വേണം, ബോട്ടം എത്ര വേണം, ടോപ്പ് എത്ര വേണം, അങ്ങനെ എല്ലാ സൈഡ്സിനും നമുക്ക് മാർജിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, സെൻറ്റർ ഓൺ പേജ് എന്നുള്ള ഈ ഓപ്ഷൻ. അതായത് ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഹൊറിസോണ്ടലി ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റും സെൻറ്ററിലേക്ക് വരും, അതായത് അപ്പർ പോർഷനിൽ സെൻറ്ററിൽ വരും. ഇനി ഞാനിവിടെ വെർട്ടിക്കലി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ പേജിൻ്റെ മിഡിലേക്ക് വന്നു. അതേസമയം 2 ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ എല്ലാം കൂടി മിഡിലേക്ക് വന്നു. മനസ്സിലായോ? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഈ പേജിലാണ് നമുക്ക് ശരിക്കും ചേഞ്ച് മനസ്സിലാവുക. ഇത് കംപ്ലീറ്റും സെൻറ്ററിലേക്ക് വന്നു. അതായത് ആദ്യത്തെ 2 പേജിൽ നമുക്ക് നിറയെ ഡാറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് ഡാറ്റ ഉള്ള സമയത്ത് കണ്ടോ കംപ്ലീറ്റും നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നോക്കാം നമുക്ക്. ഇപ്പോൾ നോ സ്കെയിലിങ്ങിലാണുള്ളത്. ഇനി ഫിറ്റ് ഷീറ്റ് ഓൺ 1 പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒരു പേജിലാക്കിയിട്ടാണ് പ്രിൻ്റ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഫിറ്റ് ഷീറ്റ് ഓൺ 1 പേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിറ്റ് ഷീറ്റ് ഓൺ 1 പേജ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലാം കൂടെ ഒരു പേജിലാക്കിയിട്ട് പ്രിൻ്റ് എടുക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിറ്റ് ഓൾ കോളംസ് ഓൺ 1 പേജ് എന്നുള്ളത്. അതായത് നമുക്ക് എല്ലാ കോളംസും ഒരു പേജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാം പ്രിന്റ് എടുക്കുന്ന സമയത്ത് ചില കോളംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫിറ്റ് ഓൾ കോളംസ് ഓൺ 1 പേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഫിറ്റ് ഓൾ റോസ് ഓൺ 1 പേജ് എന്നുള്ള ഓപ്ഷനും. അപ്പോൾ അത്രയും മനസ്സിലായില്ല. ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് സ്റ്റേജ് വ്യൂ ഉള്ള കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ പേജ് ലേഔട്ട് എന്നുള്ള ഈ ടാബിലുണ്ട്. അത് നമുക്ക് നോക്കാം. മാർജിൻസ് നമ്മൾ കണ്ടു, ഓറിയന്റേഷൻ കണ്ടു അല്ലേ, പേജ് സൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, പിന്നെ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കണ്ടു കഴിഞ്ഞു. ഇനി ബ്രേക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുൻപേ എവിടെയൊക്കെയാണ് ബ്രേക്ക് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നോർമൽ മോഡ് ഉണ്ട്, ഇവിടെ പേജ് ലേഔട്ട് വ്യൂ ഉണ്ട്, പേജ് ബ്രേക്ക് പ്രിവ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നോർമൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ഒരു പേജ് വ്യൂ തന്നെയാണ് നോർമൽ എന്ന് പറയുന്നത്. ദെൻ പേജ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് നമ്മുടെ പേജസ് ഒക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഇവിടെയാണ് ചിലർ ചോദിക്കാറുണ്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഒക്കെ ആഡ് ചെയ്യണമെന്ന്. ഓക്കെ, എല്ലാ പേജിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഒക്കെ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ നമ്മൾ ഇവിടുന്നാണ്. ഹെഡറായിട്ട് ഞാനിപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സെയിൽസ്. ഇനി ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഒന്നുകിൽ പേജ് നമ്പർ കൊടുക്കാം, അതല്ല നമ്പർ ഓഫ് പേജസ് കൊടുക്കാം, കറണ്ട് ഡേറ്റ് കൊടുക്കാം. പേജ് നമ്പറാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ദെൻ ഈ ഒരു സൈഡിൽ വന്നിട്ട് കറണ്ട് ഡേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൂട്ടറിലാണ് നിങ്ങൾക്ക് പേജ് നമ്പർ കൊടുക്കേണ്ടതെങ്കിൽ ഫൂട്ടർ എടുത്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ അവിടെ കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പ്രിന്റ് പ്രിവ്യൂ നോക്കാം. കണ്ടോ 1 സെയിൽസ് ഡേറ്റും വന്നിട്ടുണ്ട്. എല്ലാ പേജിലും ഇത് വന്നിട്ടുണ്ടാവും. നമ്മുടെ ഡോക്യുമെന്റിനെ കൂടുതൽ നീറ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. തിരിച്ച് നോർമൽ വ്യൂവിലേക്ക് വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നോർമൽ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ,
ഇനി അടുത്ത തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേജ് ബ്രേക്ക് പ്രിവ്യൂ ആണ്. അതെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ ലൈൻ, അതായത് ഒരു സോളിഡ് ലൈൻ കാണാം അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ പേജ് എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻ കാണാം, അതായത് നെക്സ്റ്റ് പേജിലാണ് ഈ ഡാറ്റ, ഇതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ്, ഇത് നെക്സ്റ്റ് പേജിലാണ് ഉള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോട്ടഡ് ലൈൻ ഉള്ളത്. കണ്ടല്ലോ, പേജ് 2-ലാണ് ഉള്ളത്. ഇനി അടുത്തത് പേജ് 3-ലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഡാറ്റയുടെ 2 ലൈൻസും അതുപോലെ തന്നെ ചാർട്ടും നെക്സ്റ്റ് പേജിലേക്കാണുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ ഡാറ്റ കംപ്ലീറ്റും ഒരു പേജിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡോട്ടഡ് ലൈനിനെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. കണ്ടോ, പേജ് 1-ഉം 2-ഉം ആയി. ഇപ്പോൾ ആ ഡാറ്റ കംപ്ലീറ്റും ഫസ്റ്റ് പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്രിൻറ്റ് പ്രിവ്യൂ എടുത്ത് നോക്കാം. കണ്ടോ, കംപ്ലീറ്റ് ഡാറ്റയും ഫസ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ പഴയ പോലെ തന്നെയാണുള്ളത്, തേർഡിൽ ചാർട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പേജ് 2-ൽ വന്നിട്ട് ഇത് കംപ്ലീറ്റും ഇങ്ങോട്ടേക്ക് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളും പേജ് 2-ലേക്ക് ആക്കി, അതായത് ആ ഒരു ഡോട്ടഡ് ലൈനെ കംപ്ലീറ്റും ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം, പ്രിൻറ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ 2 പേജസേ ഉള്ളൂ. സെക്കൻഡ് പേജ് നമുക്ക് വേണ്ട രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട സ്ഥലത്ത് നിന്ന് പേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ നോർമൽ മോഡിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ പേജ് ലേഔട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാന്നല്ലേ. അപ്പോൾ അത് എവിടെയാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. എനിക്ക് ഇത് രണ്ടും, അതായത് ഈ 2 ഡാറ്റയും ഇതൊരു പേജിലും ഈ ഒരു ചാർട്ട് ഒരു പേജിലും ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെയാണ് എന്ത് വേണ്ടത്, പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് കേഴ്സർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രേക്സ് എടുക്കുക, ഇൻസേർട്ട് പേജ് ബ്രേക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്രിൻറ്റ് റിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. 3 പേജസ് തന്നെ ആയിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ ഈ ഡാറ്റ, തേർഡ് പേജിൽ ഈ ഒരു ചാർട്ടും വന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇഷ്ടമുള്ളിടത്ത് പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാനത് അൺഡു ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകിൽ അൺഡു ചെയ്യാം, അതല്ല എങ്കിൽ റിമൂവ് പേജ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും, അതായത് പ്രിന്റിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് ടൈറ്റിൽസ് ആണ്. ഇത് പലരും ഡൗട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ദെൻ ഇതിനെ ഞാനൊന്ന് സെൻട്രലൈസ് ചെയ്യാണ്, അതായത് മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കാം, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഈ ഒരു പേജിലുണ്ട്. പ്രിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് സെക്കൻഡ് പേജിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാ പേജിലും ഇത് വരണം എന്നിരിക്കട്ടെ. എങ്ങനെയാണ് ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ടൈറ്റിൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നത്. പ്രിൻറ്റ് ടൈറ്റിൽസ് എടുത്തതിന് ശേഷം ഇതിൽ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു റോ സെലക്ട് ചെയ്യുക. ദെൻ വീണ്ടും ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു റോ ഉണ്ടല്ലോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്രിൻറ്റ് റിവ്യൂ എടുത്ത് നോക്കാം. ഫസ്റ്റ് പേജിൽ ഓൾറെഡി ഉണ്ട്, സെക്കൻഡ് പേജ് കണ്ട പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിൽസ് എല്ലാ പേജിലേക്കും വേണമെങ്കിൽ വരുത്തുക. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ ഒരു കോളം ഹെഡർ ഉണ്ടല്ലോ, പ്രോഡക്റ്റ് കാറ്റഗറി എമൗണ്ട് എന്നുള്ളത്, ആ സെക്കൻഡ് പേജിലേക്കും ഡാറ്റ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ടൈറ്റിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഇവിടെ ഗ്രിഡ് ലൈൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ പ്രിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രിഡ് ലൈൻസ് ഇല്ല അല്ലേ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഗ്രിഡ് ലൈൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്തും കൂടി ഗ്രിഡ് ലൈൻസ് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഗ്രിഡ് ലൈൻസ് ഇവിടെയും വന്നു. എക്സലിൻ്റെ വർക്ക്ഷീറ്റൊക്കെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് വരുത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ പ്രിൻറ്റിംഗ് ടിപ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.